നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ക്യാൻഡിൽസ് ആണ്. ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ക്രിപ്റ്റോയിൽ ടെക്നിക്കൽ അനലൈസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാൻഡിൽസ്. അപ്പോൾ ക്യാൻഡിൽസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഫർദർ ടെക്നിക്കൽ സൈഡിലേക്ക് മാർക്കറ്റിൽ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ക്യാൻഡിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽ ഉണ്ട്. ഒന്ന് ബുള്ളിഷ് ക്യാൻഡിലും ഒന്ന് ബിയറിഷ് ക്യാൻഡിലും. നമുക്ക് ഫസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ എന്താണെന്ന് നോക്കാം. പ്രൈസ് ഒരു ഡൗൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു അപ്സൈഡിലേക്ക് പ്രൈസ് ഒരു ബോഡി ക്ലോസിങ് തരുന്നതിനെയാണ് നമ്മൾ എന്താക്കുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രൈസ് ഒരു ലോ പോയിന്റിൽ നിന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നിട്ട് മുകളിലേക്ക് ഒരു ക്ലോസിങ് തരുന്നതിനെയാണ് നമ്മൾ എന്താക്കുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡൗൺ സൈഡിലാണ് ഉണ്ടാവുക, ക്ലോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പ് സൈഡിലാണ് ഉണ്ടാവുക. ഈ ഓപ്പണിംഗ് പോയിന്റിൻ്റെ താഴെ കാണുന്ന ഈ വിക്കിനെ വിളിക്കുന്ന പേരാണ് ലോവർ വിക്ക്. പ്രൈസ് ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ എന്താക്കേണ്ടത് ഓപ്പൺ എന്ന് കണക്കാക്കേണ്ടത്. അതേപോലെ പ്രൈസ് നമുക്ക് ഈ പോയിന്റ് കഴിഞ്ഞിട്ട് പ്രൈസ് മേലോട്ടേക്ക് പോയിട്ടുണ്ട്, പക്ഷേങ്കിൽ ക്ലോസിങ് ടൈമിൽ പ്രൈസ് ക്ലോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റിലാണ് പ്രൈസ് ക്ലോസ് ചെയ്തത്. നമ്മളിപ്പം ഒരു 1 hour ചാർട്ടാണ് എടുക്കുന്നെങ്കിൽ നമ്മളിവിടെ 1 hourൻ്റെ ഒരു ക്യാൻഡിലാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഒരു 4 hour എടുക്കുന്നെങ്കിൽ നമുക്ക് 4 hourൻ്റെ ഓരോരോ ക്യാൻഡിൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്രെയിമിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ക്യാൻഡിൽസ് അല്ലെങ്കിൽ ക്യാൻഡിൽസിൻ്റെ സൈസിൽ എന്താവും ഡിഫറൻസ് ഉണ്ടാവും. അടുത്തെന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ഒരു ബിയറിഷ് ക്യാൻഡിലിനെ പറ്റിയിട്ടാണ്. ഒരു ബിയറിഷ് ക്യാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പ് സൈഡിൽ നിന്ന് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡൗൺ സൈഡിലേക്ക് ക്ലോസ് ചെയ്യുന്നതാണ് നമ്മളൊരു ബിയറിഷ് ക്യാൻഡിലായിട്ട് കണക്കാക്കുക. അപ്പം ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ് സൈഡിലും ക്ലോസിംഗ് പ്രൈസ് വരുവാന്ന് വെച്ചാൽ ഡൗൺ സൈഡിലുമാണ്. ഈ ബിയറിഷ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നതിന് മുമ്പേ മാർക്കറ്റ് നമുക്കൊരു ഈ പോയിന്റ് വരെ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ 1 hourൻ്റെ ക്യാൻഡിലാണ് നോക്കുന്നെങ്കിൽ ആ 1 hour ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് പോയി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ബോഡി കാണുന്ന ഏരിയൻ്റെ ടോപ്പാണ് നമ്മൾ എന്താക്കുന്നത് ഓപ്പൺ ആയിട്ടും അതിൻ്റെ ഡൗൺ സൈഡാണ് ക്ലോസിങ്ങുമായിട്ട് നമ്മൾ ബിയറിഷ് ക്യാൻഡിൽ കണക്കാക്കുന്നത്. നമ്മളിപ്പം ബുള്ളിഷ് ക്യാൻഡിൽ എന്താ ബിയറിഷ് ക്യാൻഡിൽ എന്താണെന്ന് സംസാരിച്ചു. ഇനി ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ അകത്തും ബിയറിഷ് ക്യാൻഡിലിൻ്റെ അകത്തും സ്ട്രോങ് ക്യാൻഡിൽസും ഉണ്ട്, വീക്ക് ക്യാൻഡിൽസും ഉണ്ട്. നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ എന്താ വീക്ക് ബുള്ളിഷ് ക്യാൻഡിൽ എന്താ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം പ്രൈസ് ഈ ബോഡിയും കഴിഞ്ഞിട്ട് പ്രൈസ് ഇത്രത്തോളം താഴോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ബയേഴ്സിൻ്റെ പ്രഷർ കാരണം പ്രൈസ് എന്താക്കിയിട്ടുണ്ട് വീണ്ടും മേലോട്ടേക്ക് പോയിട്ടുണ്ട്. അതേപോലെ ബയേഴ്സിൻ്റെ പ്രഷർ കാരണം പ്രൈസ് ഇത്രത്തോളം മേലോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ സെല്ലേഴ്സിൻ്റെ പ്രഷർ കാരണം പ്രൈസ് താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സാണ് കാണിക്കുന്നത്. രണ്ടാളും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് എന്താക്കുന്നത് മാർക്കറ്റിൻ്റെ അകത്തേക്ക് വരുത്തുന്നത്. അപ്പോൾ നമുക്ക് അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല കൺഫേം ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്തൊരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ സെല്ലേഴ്സ് പ്രൈസ് ഇത്രത്തോളം താഴോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ബയേഴ്സ് ഇവിടുന്ന് പ്രൈസ് വീണ്ടും മേലോട്ടേക്ക് പുഷ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ക്ലോസിങ് വന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമുക്ക് കാണാം ഇത്രത്തോളം ബയേഴ്സിൻ്റെ പ്രസൻസാണ് മാർക്കറ്റിലുള്ളത്. ഇത്ര ഏരിയയോളം ബയേഴ്സിൻ്റെ പ്രസൻസാണ് മാർക്കറ്റിലുള്ളത്. ബയേഴ്സ് ഇവിടുന്ന് പ്രൈസ് മേലോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു, പക്ഷേ സെല്ലേഴ്സ് താഴോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരം ഒരു ഏരിയയിലാണ് നമുക്ക് സെല്ലേഴ്സിൻ്റെ പ്രഷർ കാണാൻ പറ്റുന്നത്. അപ്പം ബയേഴ്സ് ആർ മോർ സ്ട്രോങ്. അപ്പം നമുക്കിതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മൾ ഇതിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ബയേഴ്സ് ഇവിടുന്ന് എത്രത്തോളം മാർക്കറ്റ് മേലോട്ടേക്ക് കൊണ്ടുപോയി, പക്ഷേ സെല്ലേഴ്സ് എന്താക്കി സെല്ലിംഗ് പ്രഷർ കാരണം മാർക്കറ്റ് തിരിച്ചൊരു പോയിന്റിലേക്ക് എത്തിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ബയേഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഒരു സെല്ലിംഗ് പവർ എന്ന് പറയുന്നത് ഇത്രത്തോളം ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിട്ട് കണക്കാക്കാം. ഇത് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമുക്ക് ഈ ക്യാൻഡിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ബയേഴ്സാണ് മോർ സ്ട്രോങ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടുവാണെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് മൂവ്മെൻറ്റ് മാർക്കറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ ഒരു വിക്ക് പോലും ഇല്ലാണ്ട് ഓപ്പണിങ് മുതൽ ക്ലോസിങ് വരെ നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുവാണെങ്കിൽ മാർക്കറ്റ് ഈസ് വെരി വെരി ബുള്ളിഷ്. ഇനി നമ്മൾ നേരെ ബിയറിഷിൻ്റെ കേസിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് സെയിം നമ്മളിവിടെ പറഞ്ഞതിനോട് സെയിം നമുക്ക് എന്താക്കാം ബോത്ത് ബയേഴ്സും സെല്ലേഴ്സും ഇവിടെ സ്ട്രോങ് ആണ്. അപ്പോൾ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിലായിട്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. നമ്മൾ ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാണാം ബയേഴ്സ് ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ടേക്ക് കൊണ്ടുപോകാൻ നോക്കി, പക്ഷെ എന്താക്കി സെല്ലിംഗ് പ്രഷർ കാരണം സെല്ലേഴ്സ് കാരണം മാർക്കറ്റ് ഇവിടത്തേക്ക് ഒരു ബോഡി ക്ലോസിങ് തന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ മോറായിട്ട് കാണാൻ പറ്റുന്നത്. അടുത്തൊരു ക്യാൻഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സെല്ലേഴ്സ് മാർക്കറ്റ് ഇവിടുന്ന് മുതൽ ഇവിടം വരെ ക്രാഷ് ചെയ്യാൻ നോക്കി, പക്ഷേ എന്താക്കി ബയേഴ്സ് ഇവിടുന്ന് മുതൽ ഇവിടം വരെ മാർക്കറ്റ് മേലോട്ടേക്ക് കൊണ്ടുപോയി. അപ്പം
സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈയിങ് പ്രഷറാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിലായിട്ട് ഈ ക്യാൻഡിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, കൺഫേം ചെയ്യാൻ പറ്റില്ല. ഈ ക്യാൻഡിൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിലാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മുതൽ ഇവിടം വരെ സെല്ലേഴ്സ് കൺട്രോൾ ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയ വരെ ബയേഴ്സ് കൺട്രോൾ ചെയ്തിട്ട് മാർക്കറ്റ് മേലോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് സെല്ലേഴ്സിൻ്റെ കയ്യിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്ത ക്യാൻഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇത് ഓപ്പണിംഗ് മുതൽ ഈ ബയേഴ്സിനൊരു ഒരു പവർ പോലും കൊടുക്കാതെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ കൊണ്ട് ഒരു വിക്ക് പോലും ക്യാൻഡിലില്ലാതെ വരുത്താതെ ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് അത്യാവശ്യം വെരി ബിയറിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. വെരി സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ക്യാൻഡിൽസിന് പലതരം പേരുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരു ക്യാൻഡിലിൻ്റെ പേരോ അല്ലെങ്കിൽ ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ക്യാൻഡിലിൻ്റെ ബിഹൈൻഡുള്ള തിയറി എന്താണെന്ന് നമ്മൾ എന്താക്കിയാൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ബൈയിങ് പ്രഷറാണോ സെല്ലിംഗ് പ്രഷറാണോ, ഒരു ക്യാൻഡിൽ സ്ട്രോങ് ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ വീക്ക് ബുള്ളിഷ് ആണോ, ഈ കാര്യങ്ങൾ നമ്മൾ എന്താക്കിയാൽ മതി, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എന്നാൽ ഇപ്പോൾ നമുക്ക് എന്താക്കാം, മെയിനായിട്ടുള്ളൊരു 4 ക്യാൻഡിൽസ് അതിൻ്റെ പേര് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബുള്ളിഷ് കൺഫർമേഷൻ തരുന്ന മെയിൻ 2 ക്യാൻഡിൽസാണ് ഹാമറും ഇൻവേർട്ടഡ് ഹാമറും. ഒരു ബിയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിന് ശേഷമാണ് നമുക്കൊരു ഹാമറോ ഇൻവേർട്ടഡ് ഹാമറോ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഹാമറിനോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ഹാമറിനോ ശേഷം നമുക്ക് അത്യാവശ്യം വോളിയത്തോടെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു അപ്പ് സൈഡ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അതേപോലെ ഒരു ഡൗൺ ട്രെൻഡ് എന്നൊരു അപ്പ് ട്രെൻഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ബിയറിഷ് കേസിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ബിയറിഷ് കൺഫർമേഷൻ തരുന്ന 2 ക്യാൻഡിൽസാണ് ഉള്ളത്. ഒന്ന് ഹാങ്ങിങ് മാനും ഒന്ന് ഷൂട്ടിംഗ് സ്റ്റാറും. നമ്മളെ ഹാമറും ഇൻവേർട്ടഡ് ഹാമറും പറഞ്ഞതുപോലെ തന്നെ സെയിം സെനാറിയാണ് അതിൻ്റെ കേസിലും വരുന്നത്. ഒരു ഹാങ്ങിങ് മാനോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാറോ നമുക്ക് മാർക്കറ്റിൽ ഒരു അപ്പ് ട്രെൻഡിൽ കാണാൻ പറ്റുവാണെങ്കിൽ, നമ്മൾ മറ്റേത് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഹാങ്ങിങ് മാനും ഷൂട്ടിംഗ് സ്റ്റാറും നമുക്കൊരു അപ്പ് ട്രെൻഡിലാണ് കാണാൻ പറ്റുക. അപ്പ് ട്രെൻഡിൽ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ അതിന് ശേഷം അടുത്ത നമുക്കൊരു വോളിയത്തോടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു ബിയറിഷ് മാർക്കറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് എൻഗുൾഫിംഗ് ക്യാൻഡിൽ എന്താണെന്ന് നോക്കാം. 2 ടൈപ്പ് ഓഫ് എൻഗുൾഫിംഗ് ക്യാൻഡിലാണ്. ഒന്ന് ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലും ഒന്ന് ബിയറിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലും. ഫസ്റ്റ് നമുക്ക് എൻഗുൾഫിംഗ് ക്യാൻഡിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിലാണെങ്കിൽ നമുക്കൊരു ബിയറിഷ് ക്യാൻഡിലിന് ശേഷം ആ ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് മേലെയും ക്ലോസിംഗ് എന്ന് പറയുന്നത് താഴെയാണ്. നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് മനസ്സിലാവാത്തവർ വീഡിയോ വീണ്ടും ഒന്ന് വാച്ച് ചെയ്തിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വരും. അപ്പം ഇതിൻ്റെ ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും കവർ ചെയ്യുന്ന രൂപത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്ലോസിങ് കിട്ടുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒരു എൻഗുൾഫിംഗ് ക്യാൻഡിൽ. അപ്പോൾ ഒരു എൻഗുൾഫിംഗ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഫെർദർ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ബിയറിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും കവർ ചെയ്യുന്ന രൂപത്തിൽ മാർക്കറ്റിൽ ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ വരുവാണെങ്കിൽ അതിനെയാണ് നമ്മളൊരു ബിയറിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ പറയുന്നത്. നമ്മളിപ്പോൾ ഹാമർ, ഇൻവേർട്ടഡ് ഹാമർ, ഹാങ്ങിങ് മാൻ, ഷൂട്ടിംഗ് സ്റ്റാർ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ഹാമറിന് ശേഷം ഒരു എൻഗുൾഫിംഗ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡബിൾ കൺഫർമേഷൻ മാർക്കറ്റിൽ കിട്ടി. എൻഗുൾഫിംഗ് ക്യാൻഡിലിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വാലിഡിറ്റി എന്താവും, കൂടും. അല്ലെങ്കിൽ എന്താവും, മോർ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിഗ്നൽ ആവും. എത്രത്തോളം സൈസ് വലുതാവുന്നു അത്രത്തോളം ആ സിഗ്നലിൻ്റെ കപ്പാസിറ്റി എന്താവും, ഇൻക്രീസ് ആവുന്നുണ്ട്. എത്ര വലുതാണോ അത് അത്രയും മാർക്കറ്റിൽ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഹാമറിന് ശേഷം ഒരു എൻഗുൾഫിംഗ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻവേർട്ടഡ് ഹാമറിന് ശേഷം ഒരു ബുള്ളിഷ് എൻഗുൾഫിംഗ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഫർദർ ഒരു നല്ല ബുള്ളിഷ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. സെയിം കേസ് തന്നെ ബിയറിഷിൻ്റെ അകത്തും ഒരു ബിയറിഷ് ഹാങ്ങിങ് മാന് ശേഷം നമുക്കൊരു എൻഗുൾഫിംഗ് ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അധികം ഓവറായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മളിപ്പോൾ ഹാങ്ങിങ് മാൻ്റെ അകത്തും ഇൻവേർട്ടഡ് ഹാങ്ങിങ് മാൻ്റെ അകത്തും അതേപോലെ ഇൻവേർട്ടഡ് ഹാമറിൻ്റെ അകത്തും ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ അകത്തും നമുക്കൊരു വിക്ക് കാണാം. നമുക്ക് ഈ വിക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഹാമറിൻ്റെ ക്രെഡിബിലിറ്റി കൂടുന്നുണ്ട്. ഹാമർ മോർ സ്ട്രോങ് ആവുന്നുണ്ട്. മാർക്കറ്റിൽ നമുക്കിതിനെ കുറച്ചും കൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇമ്പാക്റ്റ് അധികമായിരിക്കും. അപ്പോൾ ഹാമറിൻ്റെ വിക്ക് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലോ വിക്കുള്ള ഹാമേഴ്സ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡിൽ ഒഴിവാക്കും. മാക്സിമം നല്ല വിക്കോടുള്ളൊരു ഹാമറോ ഇൻവേർട്ടഡ് ഹാമറോ അതുപോലത്തെ
ഹാമേഴ്സ് കാര്യങ്ങൾ ട്രേഡിലേക്ക് ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് മെയിൻലി ഇപ്പം ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ട് ഇത്രയേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് ബാക്കി ടെക്നിക്കൽ അനലൈസിനെ പറ്റിയിട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ, സിമെട്രിക്കൽ ട്രയാങ്കിൾ, ഇതിനെ പറ്റിയിട്ടുള്ള നമ്മുടെ വെറും വീഡിയോസിൻ്റെ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോർ ടെക്നിക്കൽ മലയാളം അനലൈസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.